പടന്ന ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി കെ താജുദ്ദീനെതിരെ സിപിഐഎം പകപോക്കൽ നടത്തുന്നുവെന്ന് ആരോപണം. ഇത് മുൻനിർത്തി UDF പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പ്രതിരോധ സംഗമവും സംഘടിപ്പിച്ചു. This news sponsored by Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kuttiyadi. കള്ളക്കാരും CPM കള്ളന്മാരെ കള്ളക്കേസും കൊണ്ട് എടച്ചാക്കൈ ശൈശവ വിവാഹ കേസിലെ പ്രതിയായ അഴീക്കൽ ജുമാ മസ്ജിദ് സെക്രട്ടറിയും വാർഡ് മെമ്പറുമായ പി കെ താജുദ്ദീനെതിരെ സിപിഐഎം പകപോക്കൽ രാഷ്ട്രീയം നടത്തുകയാണെന്ന് ആരോപിച്ചാണ് UDF നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പ്രതിരോധ സംഗമവും നടത്തിയത്. പി കെ താജുദ്ദീനെ ഏതറ്റം വരെയും പോയി സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം UDFനുണ്ടെന്ന് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ച കാസർഗോഡ് DCC പ്രസിഡന്റ് PK ഫൈസൽ പറഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആ സഹപ്രവർത്തകനെ ഏതറ്റം വരെയും പോയി സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം UDFനുണ്ട്. CPM കബർത്തി സാഹിബ് പറഞ്ഞല്ലോ, CPM കോലം കത്തിക്കുന്നു. ഇന്നലെ മഹിളാ വിഭാഗത്തിന്റെ പ്രകടനം. CPMനും ഇതുപോലെ ഒട്ടനവധി വിഷയങ്ങളുണ്ട്, നമുക്കറിയാം. അതുകൊണ്ട് നമ്മളിവിടെ പറയുന്നു, നിങ്ങൾ എന്ത് പേക്കൂത്തുകൾ നടത്തിയാലും ഈ നാട് എന്ന് പറയുന്നത്, ഈ വാർഡ് എന്ന് പറയുന്നത്, എടച്ചാക്കൈ പ്രദേശം എന്ന് പറയുന്നത് UDFന്റെ കോട്ടകൊത്തളമാണ്. CPM എന്ത് കുപ്രചരണം നടത്തിയാലും നിയമത്തിന്റെ വഴിക്ക് പോകും. അതിലൊന്നും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. പോലീസ് അതിന്റെ അന്വേഷണവുമായി മുമ്പോട്ട് പോയിക്കട്ടെ. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകളെയൊന്നും നമ്മൾ ഒരിക്കലും ആ തെറ്റുകളെ ഏറ്റെടുക്കൂല. പക്ഷേ പി കെ താജുദ്ദീൻ എന്ന് പറയുന്ന പൊതുപ്രവർത്തകൻ ഒരുപാട് വർഷക്കാലം കോൺഗ്രസിന്റെ ഭാരവാഹിയായി, UDFന്റെ നേതാവായി ഈ പ്രദേശത്തെ ജനങ്ങളുടെ കൂടെ നിന്ന് സ്വീകാര്യനായി പ്രവർത്തിക്കുന്ന ആ പൊതുപ്രവർത്തകരെ ഇല്ലാതാക്കുവാൻ, വ്യക്തിഹത്യ നടത്തി മുമ്പോട്ട് പോകാനാണ് CPMന്റെയും അതുപോലെ തന്നെ ഇവിടെ ചില കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ചില ശക്തികളുടെയും ശ്രമമെങ്കിൽ അതിനെ നിയമപരമായി നമ്മൾ നേരിടും. ശക്തമായി അതിനെ പ്രതിരോധിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുമെന്ന് പരിപാടി മുൻ MLA MC ഖമറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. UDF 13ാം വാർഡ് കമ്മിറ്റി ചെയർമാൻ N ഇബ്രാഹിം ചടങ്ങിൽ അധ്യക്ഷനായി. UC മുഹമ്മദ് കുഞ്ഞി, KV ജതീന്ദ്രൻ, BV അനിൽകുമാർ, K കുഞ്ഞമ്പു, P ബുഷ്ര, KK ജമീല, മുഹമ്മദ് കുഞ്ഞി തുടങ്ങിയവർ സംസാരിച്ചു. P മൊയ്തീൻ സ്വാഗതവും P മുസ്തഫ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.